സംഘടിപ്പിച്ച പരിപാടിയിൽ കോൺഗ്രസ് കൗൺസിലറും കേന്ദ്രമന്ത്രിയും നേർക്കുനേരാണ് വാക്കുതർക്കത്തിലേർപ്പെട്ടത്. ഉത്തരേന്ത്യയിൽ നടക്കുന്ന ക്രൈസ്തവർക്കെതിരായ ആക്രമണം പ്രസംഗം മധ്യേ സൂചിപ്പിക്കുകയായിരുന്നു കൗൺസിലർ. പിന്നാലെ സംസാരിച്ച സുരേഷ് ഗോപി ഇതിന് മറുപടിയും കൊടുത്തു. തൃശൂർ കോർപ്പറേഷനിലെ മിഷൻ ക്വാർട്ടേഴ്സ് ഡിവിഷനിലെ കോൺഗ്രസ് കൗൺസിലർ ബൈജു വർഗീസ് ആണ് ഉത്തരേന്ത്യയിലെ കന്യാസ്ത്രീകൾ ഉൾപ്പെടെയുള്ള ക്രൈസ്തവ സമൂഹം നേരിടുന്ന പീഡനങ്ങൾ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത്. വലിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് യേശു എന്നും അതിനേക്കാൾ സഹനമാണ് ഉത്തരേന്ത്യയിലെ സഹോദരിമാർക്ക് ഏൽക്കേണ്ടി വരുന്നത് എന്നായിരുന്നു കൗൺസിലറുടെ വാക്കുകൾ. പിന്നാലെ സംസാരിച്ച സുരേഷ് ഗോപി തന്റെ വീട്ടിലും ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി ദീപങ്ങൾ അലങ്കരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ വീഡിയോയിൽ കാണിക്കാമെന്നും താൻ വെല്ലുവിളിക്കുകയാണെന്ന് പറയുകയും ഉത്തരേന്ത്യയിൽ ആരാണ് ഡ്രാമ കാട്ടിക്കൂട്ടുന്നതെന്ന് കൗൺസിലറുടെ പാർട്ടിക്കാരോട് തന്നെ ചോദിച്ചാൽ അറിയാമെന്നും ഇതെല്ലാം രാഷ്ട്രീയ വക്രപ്രവർത്തനമാണെന്നും സുരേഷ് ഗോപി പറയുന്നുണ്ട്. നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ വേദനിപ്പിക്കുന്ന വാർത്തകളാണ് വരുന്നതെന്നും ഉത്തരേന്ത്യയിലെ പാവപ്പെട്ട അമ്മമാരും സഹോദരിമാരും ക്രിസ്തുവിനേക്കാൾ വലിയ സഹനമാണ് അനുഭവിക്കുന്നതെന്നും ആ വാർത്തകൾ കേൾക്കുമ്പോൾ മനസ്സ് പിടയുകയാണെന്നുമുള്ള കൗൺസിലറുടെ വാക്കുകളാണ് സുരേഷ് ഗോപിയെ ചൊടിപ്പിച്ചത്. ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്കെതിരായ ആക്രമണം നടക്കുന്ന വാർത്തകൾ നേരത്തെ വന്നിരുന്നു. മതപരിവർത്തനം ആരോപിച്ച് കന്യാസ്ത്രീകൾക്കെതിരെ കേസെടുത്ത സംഭവങ്ങളും ഉണ്ടായി. മലയാളി കന്യാസ്ത്രീകൾക്കെതിരെ ഛത്തീസ്ഗഡിൽ പോലീസ് നടപടിയെടുത്തപ്പോൾ കേരളത്തിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാക്കൾ ഇടപെട്ടതും വാർത്തയായിരുന്നു. കേരളത്തിൽ ഭവന സന്ദർശനത്തിലൂടെ ക്രൈസ്തവരെ പാർട്ടിയോട് അടുപ്പിക്കാൻ BJP ശ്രമിച്ചു വരവെയാണ് ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾക്ക് നേരെ ഹിന്ദുത്വ സംഘടനകളുടെ ഭീഷണി ഉയർന്നതും കേസെടുത്തതും. തുടർന്ന് സുരേഷ് ഗോപിയുടെ പ്രതികരണം മാധ്യമങ്ങൾ ആരാഞ്ഞെങ്കിലും വ്യക്തമായ മറുപടി അദ്ദേഹം നൽകിയില്ല. മലയാളി കന്യാസ്ത്രീകളെ സ്വീകരിക്കാൻ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ്, BJP, CPM നേതാക്കൾ ഛത്തീസ്ഗഡിൽ പോവുകയും ചെയ്തു.